നമ്മളുടെ പക്കൽ സാത്താൻ നേരിട്ട് അവൻ്റെ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തന്തേറ്റി പറ്റാൻ പറ്റുകയല്ലെന്ന് കാണുമ്പം പിന്നെ അവൻ ഉപയോഗിക്കാൻ പോകുന്നൊരു മാർഗമാണ് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരിലൂടെ വിവേകമില്ലാത്ത, വിവേചനമില്ലാത്ത, വളരെ കൊള്ളാവും തോന്നുന്ന പോലെയുള്ള കമന്റുകൾ, ആശയങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ ഉപദേശത്തെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥന എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 71ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 4ാമത്തെ യാചനയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾക്ക് ആവശ്യമായ അപ്പം, ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. അതിനകത്ത് നമ്മൾ 4 കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ആഹാരം എന്താണ് എന്ന്, ആവശ്യമായ ആഹാരം എന്താണെന്ന്. അങ്ങ് തരണം. അങ്ങ് തരുന്നില്ല എങ്കിൽ അങ്ങാണ് തരാൻ ഞങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ആള് ദൈവമേ. അങ്ങയുടെ സ്ഥാനത്ത് കടന്നു കയറി ഞങ്ങൾക്ക് അപ്പം തരാൻ നോക്കുന്ന വേറെ ആൾക്കാരുണ്ട്. അതിൽ 1ാമത്തേത് സാത്താനാണ്, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ 2ാമതൊരു കൂട്ടരുണ്ട്. അതാരാണ്? ഈ അപ്പമായിട്ട് വരുന്നവര്. സാത്താൻ നേരിട്ട് വരാതെ വ്യക്തികളിലൂടെ നമ്മുടെ പക്കല് അവൻ്റെ അപ്പം നമ്മൾ തിരിക്കാൻ നോക്കുന്ന പരിപാടിയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഈശ്വര പക്കൽ സാത്താൻ നേരിട്ട് വന്ന് സംസാരിച്ചു മരുഭൂമിയിൽ അവരുദ്ദേശിക്കുന്ന രീതി കാര്യം കൊണ്ടുപോകാനായിട്ട്. അത് നടന്നില്ല. അത് നടക്കരുത് കണ്ടപ്പോൾ ഈശോ അവിടെ നിന്ന് അവനെ ഓടിച്ചു വിട്ടു. പിന്നെ അവൻ ഈശോയുടെ പക്കല് പത്രോസ് വഴി ഇടപെടുന്നു. കേസറെ പിരിപ്പിരി വെച്ചു മത്തായി 14 കാണാമല്ലോ. പത്രോസ് വഴിയായിട്ടാണ് നമ്മളുടെ പക്കൽ സാത്താൻ നേരിട്ട് അവൻ്റെ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തന്തേറ്റി പറ്റാൻ പറ്റുകയല്ലെന്ന് കാണുമ്പം പിന്നെ അവൻ ഉപയോഗിക്കാൻ പോകുന്നൊരു മാർഗമാണ് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരിലൂടെ വിവേകമില്ലാത്ത, വിവേചനമില്ലാത്ത, വളരെ കൊള്ളാവും തോന്നുന്ന പോലെയുള്ള കമന്റുകൾ, ആശയങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നു. ഈശോ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നമ്മൾ ഈശോ താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും, പീഡയ്ക്കിരയാകും, വധിക്കപ്പെടും എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന പത്രോസ് ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയുന്നു. ദൈവം കനിയട്ടെ, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. എത്രയോ കരുതലേണ്ട വാക്കാണ്. എത്രയോ കരുതലേണ്ട വാക്കാ. ദൈവം കനിയട്ടെ, ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിലൂടെ സാത്താന ഈശോയെ എന്നെ തീറ്റിപ്പറ്റാൻ നോക്കുന്നത്. അത് ഈശോ തിരിച്ചറിഞ്ഞു. സാത്താനെ നേരെ വീഴുന്ന് മാറിപ്പോൻ പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ സാത്താൻ മറ്റു വ്യക്തികളോട് സംസാരിക്കും, ഇടപെടും. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 16ാമത്തെ അധ്യായത്തിൽ 16 വാക്യങ്ങളിലെ സംഭവം ഓർമ്മയുണ്ടല്ലോ. ഫിലിപ്പിയിലെ ഈ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ഉള്ള അടിമ പെൺകുട്ടി. പൗലോസ് അപ്പോസ്തലനും ശീലാസും കൂടെ ഫിലിപ്പിയിൽ ആദ്യമായിട്ട് എത്തി. ലീദിയയുടെ കുടുംബം സ്നാനപ്പെട്ടു. അവിടെ വസിച്ചിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴാണ് ഇവള് പുറകെ വന്നിട്ട് വിളിച്ചു പറയുന്നു. 2 കാര്യങ്ങൾ അറിയാമല്ലോ, ഓർക്കുന്നുണ്ടല്ലോ. ഇവർ അത്യുന്ന ദൈവത്തിൻ്റെ ആൾക്കാരാണ്, 1. 2, ഇവർ രക്ഷണമാർഗം പ്രഘോഷിക്കും നിങ്ങളോട്. 2 കാര്യം സത്യമാണ്. പിശാച് സത്യം പറയുമോ? വന്നുണയനും നമ്മുടെ പിതാവുമല്ലേ? യോഹന്നാൻ 8:44 അറിയാമല്ലോ. പക്ഷെ പിശാചിന് സത്യം പറയുന്നവനല്ല, നുണയനാണ് അവൻ. പക്ഷെ അവൻ സത്യം അറിയാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ പിശാചുക്കൾക്കും അറിയാം ദൈവം ഏകനാണെന്ന്. പക്ഷെ അവര് ആ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്, വിശ്വസിക്കുകയല്ല, മറിച്ച് ഭയന്ന് വിറയ്ക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2ാമത്തെ അധ്യായത്തിൽ 19ാമത്തെ വചനത്തിൽ പിശാചുക്കളും ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്ന ഒരു വാക്കാണ് പീബോസിലേക്ക് എടുത്തിരിക്കുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല, അറിയുന്നു എന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂതോച്ചാടന ശുശ്രൂഷകളിൽ ഈ പൈശാചിക ആവാസമുള്ള വ്യക്തികൾ കൊണ്ട് നേരിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുന്ന, മാനിഫെസ്റ്റ് ചെയ്യുന്ന പൈശ സാന്നിധ്യങ്ങൾ ഇങ്ങനെ പല കാര്യം പിടിച്ച് പറയുമല്ലോ. അപ്പോൾ പലപ്പോഴും ഇവർ പറയുന്നൊരു കാര്യമാണ്, ഇപ്പോഴല്ല ഇവൻ എൻ്റേതാണ്, ഞങ്ങൾ ഇവനെ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇപ്പം ഞങ്ങളെ വിളിച്ചതാണ്, ഞങ്ങളെ വരുത്തിയതാണ്, പാപം ചെയ്തൊക്കെ തുറന്ന് കിട്ടിയതാണ്, കാരണവന്മാർ ഞങ്ങളെ വീട്ടിൽ കൊണ്ട് കയറ്റിയിട്ട് അങ്ങനെ കിട്ടിയ അവകാശമാണെന്നൊക്കെ പറഞ്ഞ പൈശാചികൾ ഇങ്ങനെ അവകാശം പറഞ്ഞു വരുമ്പോൾ ഈ ശുശ്രൂഷ നയിക്കുന്ന വ്യക്തികൾ എപ്പോഴും കൊടുക്കുന്ന മറുപടിക്കകത്ത് ഇതിനകത്തൊരു മറുപടി എന്താണ്, ഇവന്റെ മേൽ നിനക്ക് യാതൊരു അവകാശമില്ല,
ഇവൻ പാപം ചെയ്തപ്പോൾ നിന്റെ കൈ വന്നു, പക്ഷേ ആ പാപം പശ്ചാത്തപിച്ചു, ഏറ്റു പറഞ്ഞു, മാപ്പ് ചോദിച്ചു, നിന്റെ ബന്ധം തീർന്നു. മാത്രമല്ല ഈ വ്യക്തിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് രക്തം ചിന്തി നേടിയ വ്യക്തി നേടിയെടുത്ത് മോചന ദ്രവ്യമാക്കിക്കൊണ്ട് സ്വയം ആക്കിക്കൊണ്ട് മത്തായി 20:28 വാക്യം അറിയാമല്ലോ, മോചന ദൈവമായി അനേകർക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കാൻ വേണ്ടി നക്ഷത്രം വന്നു. അങ്ങനെ ബലിയർപ്പിച്ച ഈശോയുടെ സ്വന്തമാണ് ഈ വ്യക്തി എന്നിങ്ങനെ പൊതുവച്ചാടകര് നേതൃത്വം കൊടുക്കുന്നവർ പറയുമ്പം പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പൈശാചിക അരുവ് തിരിച്ചു പറയും, ഇതൊന്നും നീ എന്നോട് പറയണ്ട, നീ ഇത് ഈ പുസ്തകം വായിച്ചും ക്ലാസ്സിൽ കേട്ടുമൊക്കെ അല്ലേ മനസ്സിലാക്കിയ ദൈവം ഏകനാണെന്നും ഈശോ കുരിശു മരിച്ചെന്നും രക്ഷ നേടിയെന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ പക്കൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ രക്ഷാകര ചരിത്രം ആരംഭിക്കുമ്പോൾ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാം, മാലാഖമാരായിരുന്നു ഇവർ, ദൈവത്തിൻ്റെ പുസ്തകത്തിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് അറിയാവുന്നവരാണെന്ന് പറയാണ്. അപ്പോൾ ഈ പിശാചുക്കൾക്ക് അറിയാം, പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല, അത് വിട്ടുകൊടുക്കുന്നില്ല, അതാ വിഷയം. അപ്പം പിശാചുക്കൾക്ക് സത്യം അറിയാം, സത്യം ഇടയ്ക്ക് അവർ ഉപയോഗിക്കും. എന്തുകൊണ്ടാണ്? നമുക്ക് സൃഷ്ടി പറയുന്നത് പോലെ കെണി വെക്കാൻ വേണ്ടിയിട്ടാണ്. മീനിന് ചൂണ്ടയിട്ടുന്ന പോലെ, എലിക്ക് ചുട്ട മീനും കപ്പയും വെച്ച് കൊടുക്കുന്ന പോലെ, അല്ലെ സയനൈഡ് ജ്യൂസ് അത് കൊടുക്കുന്ന പോലെ, ഈ സർപ്പം നേരിട്ട് അങ്ങനെ കെണി വെച്ചുകൊണ്ട് നല്ല ഭാവാത്മകമായ ആസ്വാദികരമായ ഭംഗിയുള്ള കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്തുകൊണ്ട് വരുന്ന കാഴ്ച സൃഷ്ടി കാണുകയുണ്ടായി. അതേ ശൈലി തന്നെയാണ് ഈ ആൾക്കാർ വഴിയായിട്ട് അവൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പിയിലെ പെൺകുട്ടി ഈ വലിയ കാര്യങ്ങളാണ്, സത്യമായ കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത് ആദ്യം. അത്യുന്ന ദൈവത്തിൻ്റെ ആൾക്കാരാണ് ഇവർ, രക്ഷമാർഗം പ്രഘോഷിക്കുന്നു, അത് നേരെ സത്യമാണ്. അതിലൂടെ ശരിക്കും മണ്ണിരെ കോർത്ത് മീനിൻ്റെ മെന്നയ്ക്ക് ഇറക്കി ചുണ്ടക്കാരൻ കൊടുക്കുന്ന പോലെയാണ് സർപ്പം പൗലോസിൻ്റെ ശീലാസിൻ്റെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിൽ കൊത്താൻ വേണ്ടിയിട്ടാണ്, അതെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വിവേചന പൗലോസിന് ഇല്ലായിരുന്നെങ്കിൽ പൗലോസ് അത് കേൾക്കുമ്പം നിന്നിട്ട് ആ കൊച്ചിനെ വിളിച്ചു വരുത്തിയിട്ട്, മോളെ നീ ഇപ്പം എന്നാ പറഞ്ഞത്, ഞങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞത്, അതെ നിങ്ങൾ അത്യുന്ന ദൈവത്തിൻ്റെ ആൾക്കാരെ രക്ഷമാർഗം പ്രഘോഷിക്കുന്നുണ്ടോ, ഇത് കറക്റ്റ്. എടി കൊച്ചെ, ഇത് അതേപോലെ പൗലോസ് കൈകൂട്ടി എല്ലാവരെയും വിളിക്കും, നിങ്ങളെല്ലാവരും കേട്ടോ വന്നേ, ഈ കൊച്ചു പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്നല്ലേ കൊച്ചു ആരാന്നുള്ളത്, ഈ പറയുന്നത് കേട്ടോ ഞങ്ങൾ ആരാത് മനസ്സിലാക്കിക്ക്. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ ഇവള് പറയുകയാണ്, ഇവളെ കൊണ്ട് പറയിപ്പിക്കുകയാണെങ്കിൽ എന്ത് എളുപ്പമാണ് പൗലോസ് അവിടെ ശീലാസൻ പ്രസംഗിക്കാൻ ഒത്തിരി ആൾക്കാരെ കിട്ടിയാലേ. അങ്ങനെയുള്ള ഒരു മണ്ണിരെ ചൂണ്ടയെ കോർത്ത് വെക്കുന്ന പോലെ വെക്കുക. അങ്ങനെ ആൾക്കൂട്ടത്തെ കൂട്ടിയിട്ട് പൗലോസ് പ്രസംഗിച്ചിരുന്നെങ്കിൽ എന്താ സംഭവം? ആ നാട്ടുകാർ മുഴുവൻ ഇവിടെ കുറിച്ച് 100-200 മാർക്ക് വിടും. എന്താ, നമ്മുടെ ഈ പെണ്ണാളാരാ പൗലോസും ശീലാസും പോയി കഴിയുമ്പോൾ ഇവരവിടെ കാൽക്കറുണ്ടാകും, അവിടെ പറഞ്ഞ് എന്തും വിശ്വസിക്കും. കണ്ടോ, പിശാചിന് ഇവള് വഴിയായിട്ട് ഈ മനുഷ്യ മക്കളെ മുഴുവനും ഉദ്ദേശിച്ചത് കൊണ്ടാകാൻ പറ്റും. ഏത്, മണ്ണിരെ കൊത്തി വിഴുങ്ങുന്ന മീന് ചൂണ്ട കൊളുത്തി കഴിയുമ്പം ഒറ്റ ഒരു ചൂണ്ടക്കാരൻ്റെ ചെരുവത്തിനകത്ത് പിന്നെ വറചട്ടിയിലെത്തും, നിശ്ചയമായിട്ട് എത്തിയിരിക്കും എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഈ കെണി പൗലോസിന് കൃത്യമായിട്ടുള്ള പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി അങ്ങനെ കൊടുത്തു. ഫലത്തിലൂടെ വിഷത്തെ അറിയാൻ മത്തായി 7 മത്തായി 12 വായിക്കുന്നുണ്ടല്ലോ. ഫലത്തിൽ നിന്ന് വിഷത്തെ അറിയണം. അത് ഡിസൈൻമെൻറ്റിൻ്റെ ഗോൾഡൻ റൂളാണ്, നമുക്കറിയാം. ഫലത്തിൽ നിന്ന് വിഷത്തെ അറിയണം. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തിയും നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 16-17-18 വാക്യങ്ങൾ വായിക്കുകയാണ്. അസഹ്യപ്പെടുത്തി. അസഹ്യത പരിസ്ഥാനമായ ഫലങ്ങൾ എത്രാമത്തേതാ? അവിടെ ഇല്ല. പിന്നെ എവിടുന്ന് ഏത് ഫലമായത്? പൈശാചികാത്മാവിൻ്റെ ഫലമാണ്. കണ്ടോ, അസഹ്യതയുണ്ടായി. അപ്പോൾ അങ്ങനെ പൗരസഭ തിരിച്ചറിയാണ് ഈ സാത്താനായി ഇപ്പോൾ സംസാരിക്കുന്നത്. ഉടനെ പൗരസഭസ്ഥോരൻ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് പുറത്ത് പോകാൻ ആജ്ഞാപിച്ച് ഇറക്കി വിടുകയാണ്. അപ്പം നമ്മുടെ പക്കലേക്ക് സർപ്പം നേരിട്ട് നമ്മളേക്ക് അപ്പം തരാൻ വരുന്ന ഒരു അപകടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ സെഷനിൽ. ഈ സെഷൻ നമ്മൾ കാണുകയാണ്, അവനിങ്ങനെ അവൻ്റെ കസ്റ്റഡി കിട്ടിയ ആൾക്കാർ വഴിയായിട്ട് നമ്മളെ നശിപ്പിക്കാൻ നോക്കും. യാത്രക്കിടയിൽ അപരിചിതർ വഴി ഭക്ഷണം കഴിക്കരുത്. ചിലപ്പോഴൊക്കെ നമ്മൾ യാത്ര പോകുന്ന അറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി നമ്മുടെ ശത്രുക്കളായിരിക്കുന്ന വ്യക്തി നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് അതേ കമ്പാർട്ട്മെൻറ്റിൽ കയറി, അല്ലെ ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് സാധനം കച്ചവടക്കാരാണ് ഭക്ഷണം വിൽക്കാൻ വരുന്നവരാന്നുള്ള വ്യാജേന കടന്നു വരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആ കമ്പാർട്ട്മെൻറ്റ് വരുന്ന ആൾക്കാരെ ഇവർ കയ്യിലെടുത്തിട്ട് ഇത് ഇന്ന ഫോട്ടോ കാണിച്ചിട്ട് ഇന്ന ആളെ കണ്ടോ, ഇന്ന കമ്പാർട്ട്മെൻറ്റിലുണ്ട്, ഇന്ന സീറ്റിലാണ് ഉള്ളത്, ആ വ്യക്തിക്ക് ഈ ഭക്ഷണം കൊടുക്കണം, വിഷം കലർന്ന ഭക്ഷണം, ഞങ്ങൾ പൈസ തരാം എന്ന് പറഞ്ഞ് കൊട്ടേഷൻ സംഘത്തെ പറഞ്ഞേൽപ്പിക്കുന്നവരെ പറഞ്ഞേൽപ്പിച്ച് വിടുന്ന ഇവർ വന്നിട്ട് സാധാരണ ആൾക്കാർ കച്ചവടക്കാരെ പോലെ വന്ന് ഭക്ഷണം വിളമ്പി വിതരണം ചെയ്തു പോകുന്നു. ഇവരെ കൊണ്ട് മേടിപ്പിക്കാൻ നോക്കുന്നു, അല്ല വില കുറച്ച് കൊടുക്കുന്നു. അങ്ങനെ ഈ വ്യക്തികൾ വഴി ശത്രുക്കൾ ഈ നമ്മളെ അല്ല യാത്രക്കാർക്കും എല്ലാം നശിപ്പിക്കാൻ നോക്കുന്ന പോലെ.
ഇത് സാത്താൻ നിരന്തരം ചെയ്യുന്നൊരു കാര്യമാണ്. സാത്താൻ്റെ സെനഗോഗിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വസ്തു വായിക്കുന്നുണ്ടല്ലോ, സാത്താൻ്റെ ആശയങ്ങൾ, ആശയങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പം ഇതും നമുക്ക് വേണ്ട. ദൈവമേ, അങ്ങ് അല്ലാതെ സാത്താൻ എനിക്ക് വേണ്ടി വിടുന്ന ആൾക്കാരോ എന്നെ തെറ്റിപ്പോറ്റല്ലേ എന്ന് പറയുകയാണ് നമ്മൾ ഈ യാചനയിൽ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരാൻ പറയുമ്പം വേർത്ത് പറയുന്നത്. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, നമുക്ക് ആഹാരം തരാൻ പാടില്ലാത്തവർ. അതെന്താണ്? അങ്ങനെയുള്ളവരാണ് ഈ സാത്താൻ നേരിട്ടല്ല, സാത്താൻ ഉള്ളിൽ നിന്നുകൊണ്ട് നേരിട്ട് പറഞ്ഞു വിടുന്ന, സാത്താൻ വസിക്കുന്ന, സാത്താൻ സാന്നിധ്യമുള്ള ആൾക്കാരും വഴിയല്ല, മറിച്ച് ലോകരീതിയിൽ, ജഡിക രീതിയിൽ ദൈവത്തിൻ്റെ വഴി അല്ലാതെ നീങ്ങുന്ന, ദൈവം കൂടെ ഇല്ലാത്ത വ്യക്തികൾ, അവരുടെ മേലും പരോക്ഷമായിട്ട് സാത്താൻ്റെ സ്വാധീനം ഉണ്ടാവാം, പക്ഷേ നേരിട്ടുണ്ടാവുന്നില്ല. അവരുടെ ലോകചിന്തകൾ, ലോക ന്യായങ്ങൾ, ജഡിക താല്പര്യങ്ങൾ പല രീതിയിൽ നമ്മുടെ പക്കൽ ഉണർത്തിച്ചിട്ട് മേടിക്കാൻ നോക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ 24-25 അധ്യായം, 25-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ കാണാം, ഈ ബാലാമിൻ്റെ ദുരുപദേശം വെച്ചുകൊണ്ട് ബാലാക്ക രാജാവ് തൻ്റെ രാജ്യത്തിൽപ്പെട്ട മൊബാബെ സ്ത്രീകളെ, സുന്ദരികളായ സ്ത്രീകളെ ഇസ്രായേൽക്കാരുടെ പാളയങ്ങളിലേക്ക് അയച്ചു സൗഹൃദമുണ്ടാക്കാൻ. വ്യഭിചാരത്തിന് അവരെ വീഴ്ചു. പിന്നെ അവരെ ആ ബന്ധം വെച്ചുകൊണ്ട് വിളിച്ചു കൊണ്ടുപോയി ഉത്സവത്തിന്, ബാലിൻ്റെ ഉത്സവം വന്നപ്പം അങ്ങനെ വിഗ്രഹാരാധനയ്ക്ക് കയറ്റി. അങ്ങനെ ദൈവം കൂടെയുള്ള അവസ്ഥയിൽ നിന്ന് അവരെ വളരെ വിദഗ്ധമായിട്ട് മാറ്റിയെടുത്തു. അത് നേരിട്ട് പിശാച് പെരുമാറുന്നതായിട്ട് പറയുന്നില്ല അവിടെ. പക്ഷേ ബാലാക്ക രാജാവിന് ഒരു ദുരുപദേശം ബാലാം കൊടുത്തു. ഈ ബാലാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അരൂപി ഉള്ള യഹൂദൻ അല്ലെങ്കിൽ പൊയ്സേക്കാരൻ അല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഇതിനൊക്കെ കിട്ടുന്ന സന്ദേശം കിട്ടുന്നൊരു മനുഷ്യനായിരുന്നു. ആദ്യം ഈ ബാലാക്കിൻ്റെ പ്രഭുക്കന്മാർ വന്ന് വിളിക്കുമ്പോൾ ബാലാം പറയുന്നത് ഞാൻ വരികയല്ല എന്ന് തന്നെ പറയുന്നത്, കറക്റ്റ് പറഞ്ഞു. പിന്നെയും കൂടുതൽ പ്രഭുക്കന്മാരെ രാജാവ് വിട്ടപ്പം സംഖ്യാപുസ്തകം 23 ഇല്ലേ, 22, 23, 24 വായിക്കും കാണാമല്ലോ. പിന്നെ ദൈവത്തിനെ നമുക്ക് ചോദിച്ചപ്പോൾ ദൈവം നമുക്കറിയാമല്ലോ, നിർബന്ധം ചോദിക്കുമ്പോൾ ദൈവം പെർമിറ്റ് ചെയ്യുന്നു വരും. അങ്ങനെ മേടിച്ചെടുത്ത്. അപ്പോൾ ഇത് മനുഷ്യ ചിന്തകളാണ്. ഈ ബാലാവിന് മനുഷ്യ ചിന്ത എന്താ? രാജാവാണ് പ്രഭുക്കന്മാരെ അയച്ചിരിക്കുന്നത്, ഒത്തിരി സമ്മാനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്, പിന്നെ കൊടുത്തു വിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത്? രാജാവിനെ പിണക്കണോ? വേണ്ട. അപ്പം രാജാവിൻ്റെ മുമ്പിൽ ദൈവിക ചിന്ത ശക്തമായി പറയാനുള്ള കരുത്തില്ലാത്ത ഒരു പ്രവാചകൻ കണ്ടോ. ഇവിടെ സാധാ നേരിട്ടല്ല, ഈ പ്രവാചകൻ്റെ കരുത്തില്ലായ്മയാണ്. അതിലൂടെയാണ് ഈ ബാലാക്കിന് ഒരു ദുരുപദേശം കിട്ടുന്നത്. ദൈവം കൂടെയുള്ളവരായിട്ട് സംരക്ഷിതരായിട്ട് വസിക്കുന്ന ഇസ്രായേൽക്കാരെ തകർക്കാൻ ഉള്ള ദുരുപദേശം, തിന്മയുടെ അവസ്ഥ ബാലാക്കിന് കിട്ടി, ബാലാം വഴിയായിട്ട്. അപ്പോൾ ബാലാക്ക് രാജാവ് തൻ്റെ പ്രജകളായിട്ടുള്ളവരിലെ സുന്ദരികളായ സ്ത്രീകളെ പറഞ്ഞു വിടുന്നു. ഈ സ്ത്രീകൾ വന്ന് കൂട്ടുകൂടുന്നു. ഇസ്രായേൽ പാളയങ്ങൾ വന്നിട്ട് ഒരു വർഷമായിട്ട് ചങ്ങാത്തമായി അങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. എങ്ങോട്ട്? തിന്മയിലേക്ക്, തകർച്ചയിലേക്കും. അപ്പോൾ സംഖ്യ 23-20 നമുക്കറിയാം, യാക്കോബിന് ആവിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. ആവിചാരം ക്ഷുദ്രവിദ്യയും പൈശാചികമാണ്. അത് ഫലിക്കുകയല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇവർ. ആ സംരക്ഷണം ഇല്ലെന്നായി ഈ ബാലാമിൻ്റെ വാക്ക് വഴി, ബാലാക്കിൻ്റെ പ്രവൃത്തി വഴി കണ്ടോ. അപ്പം ഇത് നമുക്ക് വേണ്ടാത്ത ഭക്ഷണം നമ്മിലേക്ക് വരുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ സാത്താനിൽ നിന്ന് വിളിച്ച് ഈശോ പത്രോസിനെ മാറ്റി വിടുന്നതിന് മുമ്പ് മത്തായി 16-ന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. അവിടെ ഈശോ പറയുകയാണ്, 6-ാം വാക്യത്തിൽ യേശു പറഞ്ഞ, ശ്രദ്ധിക്കൊരു ഫരിസേരുടെ സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. പുളിമാവ്. അപ്പോൾ ഇത് കേൾക്കുമ്പം അപ്പസ്വരന്മാർ വിചാരിക്കും ഞങ്ങൾ അപ്പം വിളക്കാൻ മറന്നുകൊണ്ടായിരിക്കും പറയുന്നത്. അതേപോലെ ശങ്ക പറഞ്ഞ് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഈശോ വ്യക്തമായി കൊടുത്തു. അപ്പോൾ അവർക്ക് ബോധ്യമായി. ആ ബോധ്യം പറയുകയാണ് 12-ാം വാക്യം, അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസേരുടെ സദുക്കാരുടെ പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുളി ചെയ്ത് അവർക്ക് മനസ്സിലായി. പ്രബോധനത്തിലൂടെ വരുന്ന പുളിമാവ് നാരകീയ പുളിമാവാണ്. പക്ഷേ അത് പിശാചായിട്ട് ഇടപെടുന്നില്ല. അപ്പം ഈശോയുടെ വിദ്വേഷമുള്ള വ്യക്തികൾ, അങ്ങനെ വിദ്വേഷം വെച്ചുകൊണ്ട് ഈശോയ്ക്ക് കെണിയൊരുക്കാൻ നോക്കുന്നവർ, ഈ പറഞ്ഞ യഹൂദ ആൾക്കാർ, യഥാർത്ഥത്തിൽ യോഹന്നാൻ 8-ാമത്തെ അധ്യായത്തിൽ 43-44 ഇങ്ങനെ തന്നെ വിശ്വസിക്കാതെ താൻ പറയുന്നതിന് എതിര് കണ്ടുപിടി തന്നെ കൊല്ലാൻ വഴി അന്വേഷിച്ച് ചുറ്റും നടക്കുന്ന ആൾക്കാരെ ഈശോ പിശാചിൻ്റെ മക്കളാണെന്ന് തന്നെ പറയുന്നുണ്ട്. അവരറിയാതെയാണെന്നാ അവർ പറയും, ഞങ്ങൾ പിശാചിൻ്റെ മക്കളല്ല, ഞങ്ങൾ ജാരസന്ധികളല്ല, അപ്രാകൃതൻ്റെ മക്കളാണ് എന്ന് അവകാശപ്പെട്ടവർ നീങ്ങുന്നു. എന്നുവെച്ചാൽ അവർ പ്രത്യക്ഷമായിട്ട് നേരിട്ട് അവർ ബോധ്യപ്പെട്ട് സാധാരണ പോയിട്ടില്ല. എന്നിട്ട് അവരുടെ ഉള്ളിൽ വെറുപ്പുണ്ട്, ഈശോയുടെ അസൂയുണ്ട്, ഈശോ കൊല്ലാൻ നോക്കുകയാണ്. അപ്പം ആ അസൂയ, വെറുപ്പ്, കൊല്ലാനുള്ള കെണിവെക്കാനുള്ള പ്രവർത്തനം ഇതിലൂടെ പരോക്ഷമായിട്ട് സാത്താൻ നിൽക്കുന്നുണ്ട്. പക്ഷെ പ്രത്യക്ഷത്തിൽ ഇവരാണ് നിൽക്കുന്നത്.
അവരെ യേശു തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ പിശാചിന്റെ സന്തതികളായതുകൊണ്ടാണ് എന്നെ കൊല്ലാൻ നോക്കുന്നത്, അവൻ ആദ്യം മുതലേ കൊലപാതകയാണെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചുറ്റിലും ഈ ദൈവിക ആത്മാവില്ലാത്ത വ്യക്തികൾ, സാത്താൻ്റെ ആത്മാവ് ഉണ്ടാകാൻ നിർബന്ധമില്ല, ഇങ്ങനെ വന്ന് പല ആശയങ്ങളും പങ്കുവെച്ചു തരും. അപ്പം ഈശോ അപ്പസ്തലന്മാരെ കൊണ്ട് നടക്കുമ്പോൾ കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തു, ഈ പുളിമാവിനെ സൂക്ഷിക്കണം. ഇന്ന് നമ്മുടെ മക്കൾക്ക് എന്തുമാത്രമാണ്, അന്ന് അടുത്ത് വന്ന ആൾക്കാർ സംസാരിച്ചാൽ ഒരു വാക്കിലൂടെ ആശയം അവർക്ക് കയറുള്ളൂ. ഇന്നോ ഫോൺ പിടിച്ച് മീഡിയയിലൂടെ നമുക്ക് മാധ്യമങ്ങളിലൂടെ എന്തുമാത്രമാണ്, നമുക്ക് ഇൻ്റർനെറ്റും എല്ലാ വഴിയും എന്തുമാത്രം ഇവിടെ നിന്നെല്ലാം ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇന്നായിരുന്നു ഈശോ എന്തുമാത്രം പറഞ്ഞാൽ ഫരിസേഴ്സ് സദുക്കാരുടെ പുളിമാരെ സൂക്ഷിക്കാൻ പറഞ്ഞെടുത്ത്, ഇന്നായിരുന്നു ഈശോ പറഞ്ഞാൽ വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഇൻ്റർനെറ്റിലൂടെ പുളിമാവിനെ സൂക്ഷിക്കണം. ഇതിലൂടെയും ദൈവമല്ലാത്ത അനേക വ്യക്തികളും പ്രസ്ഥാനങ്ങളും ലോകവും നമ്മളെ തെറ്റിപ്പോറ്റുന്നുണ്ട്. ആവശ്യകമായ ആഹാരം അങ്ങ് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ദൈവമേ അപ്പ അങ്ങ് മാത്രമേ ഞങ്ങളെ തെറ്റിപ്പോറ്റാവുള്ളൂ, അങ്ങല്ലാതെ സാത്താനോ സാത്താൻ്റെ സാന്നിധ്യമുള്ള വ്യക്തികളോ ലൗകിക രോഗായതികരായ വ്യക്തികളോ ഞങ്ങളെ തെറ്റിപ്പോറ്റാനായിട്ട് വരല്ലേ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.